മുൻപൊക്കെ നമ്മൾ ധാരാളം കാണാറുള്ളതും ആസ്വദിക്കാറുള്ളതായിട്ടുള്ള ഒരു കലാരൂപമാണല്ലോ കഥാപ്രസംഗം. പക്ഷെ ഇപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു അധികം യൂത്ത് ഫെസ്റ്റിവലിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം കഥാപ്രസംഗം കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. റിസൾട്ടും വന്നു, എ ഗ്രേഡ് ഉണ്ട്. ഏതാ സ്കൂള്? സെന്റ് മേരീസ് HSS മോറക്കല്ല, എറണാകുളം. എറണാകുളംകാരാണ്. തൃശ്ശൂർ വന്ന് മത്സരിച്ച് എ ഗ്രേഡ് നേടി പോവാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മുൻപും കഥാപ്രസംഗത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ടീമാണ് നിങ്ങളല്ലേ? മുൻപ് എപ്പോഴാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്? 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും. ഞാൻ 10th-ലാണ്. 7th, 8th, 9th, 10th. അതായത് കഴിഞ്ഞ ബാക്ക് ടു 4 വർഷം മുൻപാണെങ്കിൽ യു പിയിൽ ഡിസ്ട്രിക്ട് ലെവൽ വരെ എത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നല്ല പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ആയിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയപ്പോൾ ഹൈസ്കൂളിൽ എത്തിയപ്പോൾ 3 വർഷവും അതിൻ്റെ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. ഇനി ഹയർ സെക്കൻഡറി ലെവലിലേക്ക് പോവുകയാണ്. ഒരാൾ 8ാം ക്ലാസ്സിലുകാരനുണ്ട് അല്ലേ? അല്ലേ? ഋഷികേഷാണ് കൂട്ടത്തിൽ ചെറുത്. എങ്ങനെയുണ്ട് ഹൈസ്കൂൾ ലെവൽ കഥാപ്രസംഗ മത്സരമൊക്കെ? പൊളിയാണ് അല്ലേ? ഈ 10ാം ക്ലാസ്സുകാർക്ക് വിഷമമുണ്ടോ? ഇനി നമ്മൾ ഈ ടീം വിട്ടു പോവല്ലേ, അതിൻ്റെ ഒരു വിഷമമുണ്ടോ? വിഷമമുണ്ടല്ലേ? കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി വരുന്നതിൻ്റെ ഒരു കഥാപ്രസംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ആരും ഇപ്പം ചെയ്യുന്ന കാണാറില്ല അല്ലേ? അപ്പം എങ്ങനെയുണ്ട് നമ്മൾ കഥാപ്രസംഗം ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? സ്കൂളിലൊക്കെ ചെയ്യാറുണ്ടോ? ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ആണെങ്കിലും ആൾക്കാരൊക്കെ വന്ന് നല്ല രീതിക്ക് എന്നെ കോംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇതിൽ കഥ പറയുന്ന ആള് ആരാ? കാതിക. എന്താണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കഥ? വെറൈറ്റി തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന കഥയെ ആസ്പദമാക്കിയിട്ടാണ്. ഇടക്കൊച്ചി സലീംകുമാർ സാറാണ് എൻ്റെ കഥാപ്രസംഗം എഴുതിയത്. കെടാത്ത ചൂട്ടെന്നാണ് കഥാപ്രസംഗത്തിൻ്റെ പേര്. അപ്പോൾ പണ്ട് നിലനിന്നിരുന്ന ജാതി വിവേചനങ്ങളുണ്ടല്ലോ, ജാതി വിവേചനങ്ങൾ, അതിനെതിരെ ഉള്ളൊരു കഥയാണ്. ഇന്നും പല സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ കാർഷിക സമൂഹമൊക്കെ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ടിനൊക്കെ എതിരെയുള്ള ഒരു കഥയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യാം. ഉറപ്പായിട്ട്. ഓക്കെ. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, കലാസ്നേഹികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കുട്ടനാട്ടിലെ ആ വയലിറമ്പിനോട് ചേർന്ന് കാണുന്നത് ഒരടിയാൻ്റെ മാടമാണ്. കർഷക തൊഴിലാളിയായ കാളിപ്പറയനും ഭാര്യ കുഞ്ഞാളിയുമാണ് അവിടുത്തെ പാർപ്പുകാർ. ഒപ്പം അവരുടെ പ്രായപൂർത്തിയായ മകൾ ചിരുത. 7 അഴകുള്ള എണ്ണക്കറുമ്പിയെ പെണ്ണു കാണാൻ ദിനം പ്രതി അവിടെ ആലോചനകൾ വന്നു പോകുന്നു. പക്ഷേ ഒന്നും നടക്കുന്നില്ല. കാരണം അവളുടെ അച്ഛൻ കാളിപ്പറയന് ഒരു നിർബന്ധമുണ്ട്. എൻ്റെ മോള് ചിരുത കാര്യശേഷിയുള്ള പെണ്ണ, അവളെ കെട്ടുന്നവന് ഒരു മുട്ടും ഉണ്ടാവൂല. എന്താച്ചാ അവള് നന്നായി മേലെ ചെയ്യും. അതിൻ്റെ ഗുണമാർക്ക കെട്ടിയോനും അവൻ്റെ കുടുംബത്തിനും. പെമ്പണം അധികം തരുന്നതാരോ അവർക്ക് ചിരുതയെ കല്യാണം കഴിച്ചു കൊടുക്കും. നോക്കൂ, ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന കല്യാണ ചിട്ടയാണ് പെൺധനം. പെണ്ണിനെ വേണമെങ്കിലേ കാശ് അങ്ങോട്ട് കൊടുക്കണം. ഇപ്പോഴോ സ്ത്രീധനം, പെണ്ണ് ആണിന് കൊടുക്കണം. ഇവിടെ ഒരാൾ പെൺധനം കാത്തു കഴിയുന്നു. കുഞ്ഞാളി ഒച്ച വെച്ചു, ഇതെന്നാ ഭവിച്ച കിടാത്തി, ഇങ്ങനെ നിന്നാ മതിയാ? മരുന്നോനെ പിണക്കി അയച്ചാലെ കൊണ്ട്. എടി ഏം പെമ്പണോ നെല്ലും ശരിക്കും മേടിക്കാതെ കിടാത്തീനെ കൊടുക്കത്തില്ല. കൊണ്ടുപോകുന്നവനെ ഒരു നട്ടവുമില്ല, കേട്ടാ? കുഞ്ഞാളിയുടെ ശബ്ദം പൊങ്ങിയപ്പോൾ കാളിപ്പറയൻ ചെരവത്തടി പൊക്കിയെടുത്തു. കുഞ്ഞാളി, ഒന്ന് തന്നാലുണ്ടല്ല നീ ഇവിടെ ചെതറിക്കിടക്കും. എൻ്റെ അമ്മി, ഒന്ന് നിർത്തലുണ്ട്. എൻ്റെ കാര്യത്തിൽ ഒച്ചയും ബഹളം ഒന്നും വേണ്ട. ചിരുതയുടെ സ്വരം പൊങ്ങി, വഴക്കടങ്ങി. കാളിപ്പറയന് ഊണിലും ഉറക്കത്തിലും ഒറ്റ ചിന്തയാണ് പെൺധനം. അന്ന് പെൺധനം, ഇന്ന് സ്ത്രീധനം. രണ്ടും സമൂഹ വിരുദ്ധം തന്നെ. തൊട്ടടുത്ത ദിവസം ചിരുതയെ പെണ്ണു കാണാൻ ഒരാൾ വന്നു. ഇട്ടുകെട്ട് തറയിലെ വെളുത്തയുടെ മകൻ കോരൻ. കാളിപ്പറയൻ അവരെ സ്വീകരിച്ചു. കോരനും ബന്ധുക്കളും ഇരുന്നു. ചിരുത വന്നു. ആ കണ്ണുകൾ തമ്മിൽ ഇടയുന്നു. വന്നവർ കാര്യങ്ങളിലേക്ക് കടന്നു. കാളിപ്പറയൻ കട്ടായമൊരു പറച്ചിൽ, പിന്നെ 50 രൂപയും 25 പറ നെല്ലും തന്ന കിടാത്തിയെ തരാം. കോരന് അതിന് കഴിവില്ല. പിൻവാങ്ങിയാൽ ചിരുതയെ ആരെങ്കിലും കൊണ്ടുപോകും. കോരൻ എടുത്തു ചാടി ഉറപ്പ് കൊടുത്തു. അപ്പൻ ചോദിക്കണ പെമ്പണം ഏൻ തരാം, പക്ഷെ മേടമാതം കഴിഞ്ഞ പെണ്ണിനെ കൊടുക്കാവൂ. എണ്ണം കെട്ടവനെ എല്ലാവരും ഞെട്ടിപ്പോയി. കോരന്റെ ചിറ്റപ്പനാണ് ആട്ടിയത്. അയാൾക്കത് ഇഷ്ടമായില്ല. നീ തന്നെ നിശ്ചയിക്കായിരുന്നെങ്കില് എന്നാത്തിനാടാ പുള്ളേ ഞങ്ങളെ കൂട്ടിയത്? അപമാനിക്കാനാ? വരണടാ. ചവിട്ടി മെതിച്ച് അയാൾ ഇറങ്ങി. പനമ്പുതട്ടിക്കിടയിലൂടെ ഇതെല്ലാം കാണുകയായിരുന്നു ചിരുത. ആ കണ്ണുകൾ കോരൻ കണ്ടു. കാളി പറഞ്ഞ പെമ്പണം എങ്ങനെ ഒപ്പിക്കണം? പണത്തിന് എന്താ ഒരു വഴി? പലരോടും ചോദിച്ചു. ഒരു രക്ഷയുമില്ല.
ഒടുവിൽ ഒരു ജന്മിയുടെ വീട്ടിലെത്തി. കൈനഗരിയിലെ പുഷ്പവേലി ഹൗസിൽ അവിടെ ഓണപ്പണിക്കാരനായി കരാർ ചെയ്തു. നെല്ലും കാശും കിട്ടി. ഇനി ഒരു വർഷം അയാളുടെ അടിമപ്പണിക്കാരനാണ് കോരൻ. കല്യാണ ദിവസം പിറന്നു. ചിരുത കോരൻ്റെ പെണ്ണായി. ഇനി എൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടാം, ഇനി എൻ്റെ കരളിലെ പ്രണയമാകാം, ഇനി എൻ്റെ ജീവനിൽ ശ്വാസമാകാം. അണയൂ എന്നഴകേ ചിരുതേ, അണയൂ എന്നഴകേ ചിരുതേ. നന്ദി, നമസ്കാരം. ആഹാ, എന്ത് രസമാണ് ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട്. നിങ്ങൾ കഥാപ്രസംഗം ഈ മത്സരത്തിനായിട്ട് പഠിക്കുന്നതാണോ അതോ ഓൾറെഡി കണ്ടിട്ടൊക്കെ ഉണ്ടോ? ഞാനതിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് 7ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. ഈ കലോത്സവത്തിന് വേണ്ടിയിട്ടാണല്ലേ? ആദ്യമായിട്ട് അറിയുന്നത്. എന്നെ പഠിപ്പിക്കുന്ന ലയപ്രഭ എന്ന് പറഞ്ഞ മിസ്സുണ്ട്, മ്യൂസിക് ടീച്ചർ. മിസ്സാണ് ആദ്യമായിട്ട് എന്നോട് പറയുന്നത് കഥാപ്രസംഗം പറ്റും. എനിക്ക് കഥാപ്രസംഗത്തിനെ കുറിച്ച് അറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരു കലയെക്കുറിച്ച്. അങ്ങനെ മിസ്സ് വഴി ഞാൻ ഇടയ്ക്ക് സെലിംകുമാർ സാറിനെ പരിചയപ്പെട്ടു. സാറിനോട് ഇപ്പം 5 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിത് പ്രൊഫഷണലായിട്ടും ചെയ്യുന്നുണ്ട് ഇപ്പം അമ്പലങ്ങളിലൊക്കെ. 1 മണിക്കൂറിൻ്റെ 2 കഥ 2-3 കഥ ഇപ്പോൾ പഠിച്ചു ഓൾറെഡി. ഇനിയൊരു കുറച്ച് തന്നെ എഴുതിക്കൊണ്ടിരിക്കുക. അല്ല, ഈ ടീം ഇപ്പോൾ ഈ വർഷത്തെ പുതിയ ടീമാണ്. അക്ഷത എൻ്റെ കൂടെ 3 വർഷമായിട്ടുള്ളതാണ്. ഋഷി എൻ്റെ കൂടെ 2 വർഷം നിന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പുതിയതാണ്. പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും ടീം മാറ്റാറുണ്ട്. പിന്നെ അമ്പലത്തിലൊക്കെ പരിപാടി അവതരിപ്പിക്കുമ്പം സാറിൻ്റെ തന്നെ ഓർക്കസ്ട്ര വെച്ചിട്ടാണ് ചെയ്യാറ്. ഗൗരി കവിരാജ്. ഗൗരിക്ക് ഈ ഒരു കഥ പറയാനല്ലാതെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ചെയ്യലുണ്ടോ? ഇപ്പം ഈ കലോത്സവത്തിൽ നമ്മുടെ 17-ാം തീയതി മോണാക്ട് ഉണ്ട്. മോണാക്ട് ഗേൾസ് മത്സരിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കും, അതൊക്കെ തന്നെ. സ്റ്റേറ്റിൽ. താങ്ക് യു. ഈ ടീമിന്റെ നമ്മുടെ സ്കൂളിന് ഇപ്പൊ 3ാമത്തെ വർഷമായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഇതുപോലെ ആ നമ്പർ കൂട്ടി കൊണ്ടുവരണല്ലേ? നമുക്ക് എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി, നന്നായിട്ട് ചെയ്തു എന്നുള്ളതിന്റെ റിസൾട്ട് ആണ് എ ഗ്രേഡ് തന്നെ കിട്ടി സ്റ്റേറ്റ് ലെവലിൽ എന്നുള്ളത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അടുത്ത വർഷം ഇതുപോലെ നമുക്ക് ഹയർ സെക്കൻഡറി ലെവലിൽ വരേണ്ടതാണ് 4 പേർക്ക്. നമുക്ക് ഹൈസ്കൂളിൽ ഇനിയും വരാം അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.